രാഹുൽ ഗാന്ധി ഈ പ്രതിപക്ഷ നേതാവായി എത്തുന്നതോടുകൂടി ധാരാളം അവസരങ്ങൾ കൂടി അദ്ദേഹത്തിന് മോദിയോടൊപ്പം ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ മിക്കവാറുമുള്ള എല്ലാ അവകാശങ്ങളും ലഭിക്കും എന്നുള്ളതാണ് വാസ്തവം. കേന്ദ്ര ക്യാബിനറ്റ് പദവി ലഭിക്കും എന്ന് മാത്രമല്ല, പല കമ്മിറ്റികളുടെയും അദ്ദേഹം പല കമ്മിറ്റികളുടെയും നേതൃസ്ഥാനത്തേക്ക് വരുന്നു. ഉദാഹരണമായി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നേതൃത്വം പ്രതിപക്ഷ നേതാവിനാണ്. 1967 വരെ അത് ഭരണകക്ഷിക്കായിരുന്നെങ്കിൽ പിന്നീട് 1967 ശേഷം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നേതൃസ്ഥാനത്ത് എപ്പോഴും വരുന്നത് പ്രതിപക്ഷ നേതാവായിരിക്കും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പാർലമെന്റിന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ അവിടെ ഉന്നയിക്കുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട്സുകളും എല്ലാം പരിശോധിക്കുന്ന ഒരു സമിതിയാണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പാർലമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇതെല്ലാം ഓഡിറ്റ് ചെയ്യുന്ന ഒരു സമിതി കൂടിയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അതൊരു വലിയ പദവിയാണ്. അത് രാഹുൽ ഗാന്ധിക്കാണ് ലഭിക്കുക. പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി ഔദ്യോഗികമായി തീരുമാനിച്ചുകൊണ്ടുള്ള കത്ത് മല്ലികാർജുന ഖാർഗെ വഴി സോണിയാഗാന്ധി ഈ പ്രോടൈം സ്പീക്കർക്ക് തന്നെ നൽകിയിരുന്നു. ഇപ്പൊ ഓം ബിർളയ്ക്കും അത് എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഔദ്യോഗികമായ സ്ഥാനം ലഭിക്കുക വഴി കേന്ദ്ര ക്യാബിനറ്റ് പദവി ലഭിക്കും എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഔദ്യോഗികമായ വാഹനം ലഭിക്കും. അതുപോലെ തന്നെ ധാരാളം ആളുകളെ തെരഞ്ഞെടുക്കുന്ന സമിതികളിൽ അദ്ദേഹം അംഗമായി വരുന്നു എന്നുള്ളതാണ്. CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കുക, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, സെൻട്രൽ വിജിലൻസ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുക, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ ചീഫ് വിജിലൻസ് ഓഫീസറെ തെരഞ്ഞെടുക്കുക, ലോകായുക്തയുടെ ചെയർമാനെ തെരഞ്ഞെടുക്കുക. ഇങ്ങനെ ധാരാളം സമിതികളിൽ തെരഞ്ഞെടുപ്പ് സമിതികൾ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായങ്ങളെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇനി നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാനാവൂ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് മുന്നോട്ട് പോകാനാവൂ എന്നുള്ളതാണ് വാസ്തവം. മുൻപ് അനുഭവിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യം ഇനി കോൺഗ്രസിന് ഇനി നരേന്ദ്രമോദിക്കും BJPക്കും NDAക്കും ഇക്കാര്യത്തിൽ കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ അവിടെയൊക്കെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതായി വരും, പ്രതിപക്ഷം പറയുന്ന ചില കാര്യങ്ങളെങ്കിലും പരിഗണിക്കേണ്ടതായി വരും എന്നുള്ളതാണ് ഈ ലോകസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ജനാധിപത്യപരമായി നമ്മൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാതൽ എന്ന് പറയുന്നത് റൂസോയും വോൾട്ടയറിന്റെ ഒക്കെ കാലഘട്ടത്ത് പുതുതായി പണ്ട് പറഞ്ഞു കേട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം ഉണ്ടായിരുന്നു: നിങ്ങൾക്ക് വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ തന്നെ കൊടുക്കും എന്ന്. വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആ വിയോജിപ്പിനുള്ള കാതൽ പ്രധാനമായും പ്രകടമാകുന്നത് പ്രതിപക്ഷ കക്ഷികളിലൂടെയാണ്. ആ പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുക വഴി സ്വയം നവീകരിച്ചും ഉടച്ചുവാർത്തും രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് എത്തിയപ്പോൾ, ഒരു നേതാവായി പരിണമിച്ചപ്പോൾ, ആ നേതാവിൽ നിന്ന് ഇന്ത്യൻ ജനാധിപത്യം മെച്ചപ്പെടുവാൻ ഒട്ടേറെ നിർദ്ദേശങ്ങൾ, ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി അതിന്റെ അജണ്ടയിൽ, അത് പ്രകടന പത്രികയിൽ ഇന്ത്യൻ പാർലമെന്റുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സഭാ നടപടികളുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞാനിവിടെ പറയാം. ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നത് ഇരുസഭകളിലും, പാർലമെന്റിന്റെ ലോകസഭയും രാജ്യസഭയും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പ്രതിപക്ഷ അജണ്ടകൾക്ക് വേണ്ടി ചിലവാക്കണം, അല്ലെങ്കിൽ ദിവസം മാറ്റിവെക്കണം എന്നൊരു അജണ്ട ഉണ്ടായിരുന്നു. അപ്പൊ ആ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പ്രതിപക്ഷ കക്ഷികൾക്ക് കൂടി, അല്ലെങ്കിൽ ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കുന്ന ഒരു നിർദ്ദേശമായതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുക എന്നത് എത്രത്തോളം സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ. ഇങ്ങനെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പലപ്പോഴും പ്രതിപക്ഷ കക്ഷികൾക്ക് തന്നെ നൽകുക എന്നുള്ള ഇത് തുടക്കം മുതൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എങ്കിലും പിന്നീട് ഏതാണ്ട് 10ാം ലോകസഭയ്ക്ക് ശേഷം ഇത് ഔദ്യോഗികമായി തന്നെ അവിടെ ഒരു തീരുമാനം വന്ന്, ഔദ്യോഗികമായി ഒരു കീഴ്വഴക്കമായി സഭയിൽ തീരുമാനിച്ചിരുന്നത് പ്രതിപക്ഷ കക്ഷിക്കായിരിക്കണം പലപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കുന്നത്. അങ്ങനെയാണ് പിന്നീട് ആ കീഴ്വഴക്കം പുലർത്തി വന്നത്. എന്നാൽ 2014 അത് സംഭവിച്ചില്ല. നമുക്കറിയാം, സുമിത്ര മഹാജനെ സ്പീക്കർ ആക്കിയപ്പോൾ BJP തങ്ങളുടെ തന്നെ അധികാരത്തിലിരുന്ന പാർട്ടിയുടെ തന്നെ ഒരു ഘടകകക്ഷിയിൽപ്പെട്ട ADMKയിൽപ്പെട്ട തമ്പിദുരൈക്കാണ് ആ സീറ്റ് നൽകിയത്. എന്നാൽ പിന്നീട് ആ സ്ഥാനം 2019 മുതൽ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു മത്സരം, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു മത്സരം കൊണ്ടുവന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു തന്ത്രമായിരുന്നു എന്നുള്ളതാണ്. അവിടെ വിജയിച്ചത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം അതൊരു ചർച്ചയാക്കി മാറ്റുന്നതിന്, ഒരുപക്ഷെ പാർലമെന്റിന്റെ ജനാധിപത്യ കീഴ്വഴക്കങ്ങളെ BJP ലംഘിക്കുന്നു എന്നൊരു ചർച്ച ഉണ്ടാക്കി വെക്കുവാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് പ്രതിപക്ഷ നിരയിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ആ മുന്നോട്ട് വെച്ച ആശയത്തിന്റെ ഏറ്റവും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ്, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നിർദ്ദേശിക്കുമ്പോൾ അവർ ഉദ്ദേശിച്ചത്. കാരണം
വ്യക്തമായി അറിയാം ഓം ബിർള തന്നെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ സ്പീക്കർ തന്നെ തെരഞ്ഞെടുക്കുമെന്ന് വ്യക്തമായി അറിയാവുന്ന രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് പിന്നിൽ തീർച്ചയായും ഇതൊക്കെ തുടക്കം മുതൽ തന്നെ, ലോകസഭയുടെ തുടക്കം മുതൽ തന്നെ ഓരോ കാര്യങ്ങളിലും അണുവിട തെറ്റാതെയുള്ള തീരുമാനങ്ങൾ ഈ നിമിഷം വരെയും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും പുലർത്തിപ്പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ അംഗങ്ങളുമായി പ്രതിപക്ഷ നിരയിൽ, കൂടുതൽ ആവനാഴിയിലെ അസ്ത്രങ്ങളുമായി പ്രതിപക്ഷ നിര ഒന്നാകെ എത്തുമ്പോൾ അത്രയേറെ വലിയ മത്സരങ്ങൾ അല്ലെങ്കിൽ വലിയ തിരിച്ചടികൾ, വലിയ വിമർശനങ്ങൾ ഏറ്റിട്ടില്ലാത്ത പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇനി എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷ നിരയും ജനങ്ങളുമെല്ലാം കാത്തിരുന്ന് കാണാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുൻപൊക്കെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്ന NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, BJP മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഭരണകാര്യങ്ങളിൽ ഇനി പ്രതിപക്ഷത്തിന്റെ ശബ്ദം കൂടി കണക്കിലെടുക്കേണ്ടി വരുമെന്നും കൂടുതൽ ചർച്ചകളായാൽ അതൊക്കെ വരും തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ധാരാളം പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന NDA മുന്നണിക്കും BJPക്കും അറിയാം. മാത്രമല്ല കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഭരിക്കാനാകാത്ത BJPയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഭരണകക്ഷിയിൽപ്പെട്ട ധാരാളം മുന്നണി സഖ്യങ്ങളെയും അവർ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഒരു ട്രപ്പീസ് കളിക്കാരന്റെ മെയ്വഴക്കത്തോടു കൂടി തന്നെ ആവണം പ്രധാനമന്ത്രി ഈ പദം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ത്യയുടെ വികസനത്തിന്റെ അജണ്ടകൾ നിശ്ചയിക്കപ്പെടുന്നത് ഇനി എങ്ങനെയാകും എന്നുള്ളതാണ്. തിരുത്തേണ്ടടുത്ത് തിരുത്താതെ, അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ ഭരണത്തെ ഏതാണ്ട് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധി ആകട്ടെ പപ്പു എന്ന് പറയുന്ന വിളിപ്പേരിൽ നിന്നും ഒരുപക്ഷെ വളരെയധികം കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ധാരാളം വീഴ്ചകൾ ഉണ്ടാവുകയും പല അവസരങ്ങളും ഉപയോഗപ്പെടുത്താനാകാത്ത പലതരത്തിലും കോൺഗ്രസ് പാർട്ടി ധാരാളം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ആ സമയത്തൊക്കെ അതിനെ വേണ്ട വിധത്തിൽ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയാതിരുന്ന രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഏറെ മാറുകയും ഇന്ത്യയുടെ ഹൃദയത്തിന്റെ ആത്മാവ് മനസ്സിലാക്കിക്കൊണ്ട് കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ തിരിച്ചറിയുവാനും അതൊക്കെ അജണ്ടയാക്കി മാറ്റുവാനും അതിൽ വഴി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയും അതുപോലെ തന്നെ സഖ്യകക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് കൂടുതൽ മെയ്വഴക്കത്തോടെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെ കണ്ട് പരിചയിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ശ്രമിക്കുന്ന വളരെ ഇരുത്തം വന്ന ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വളർന്നപ്പോൾ ഭരണപക്ഷം അതിനെ ഉറ്റുനോക്കുകയാണ്. കോൻ ഹേ രാഹുൽ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ചിത്രം ഇന്ന് ഏറെ വൈറലായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് പങ്കുവച്ച ആ ചിത്രം, അതായത് രാഹുൽ ഗാന്ധി ഓം ബിർളയ്ക്ക് ഷെയ്ഖ് ഹാൻഡ് നൽകുന്നത് നോക്കി നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം അദ്ദേഹം പങ്കുവച്ചത് ഈ അടിക്കുറിപ്പോട് കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പഴയ വിളിപ്പേരിൽ നിന്ന്, പപ്പു എന്ന വിളിപ്പേരിൽ നിന്ന്, സന്ദേഹിയായ ചെറുപ്പക്കാരിൽ നിന്ന് ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവായി സ്വയം നവീകരിക്കപ്പെട്ട ഇടതുപക്ഷ അജണ്ടകളുള്ള ഒരു കോൺഗ്രസ്സുകാരനായി ഇന്ത്യ മുഴുവൻ നടന്ന് മനസ്സിലാക്കിയ ഒരു ജനകീയ നേതാവായി ഇരുത്തം വന്നൊരു ചെറുപ്പക്കാരനായി ധാരാളം വിമർശനങ്ങളിൽ നിന്ന് മാറി ഔദ്യോഗികമായ സ്ഥാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിളിക്കപ്പെടുന്ന പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേര വലിച്ചിട്ട് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് ബദലായി ഇറങ്ങിത്തിരിക്കുമ്പോൾ, അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ ശക്തിയായ ആർജവത്തോടുകൂടി നിലകൊള്ളുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം ഭരണകക്ഷിയിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും ഒരേപോലെ ധാരാളം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതൊരു പക്ഷേ ഇന്ത്യൻ ജനാധിപത്യം ശുഭകരമായി മുന്നോട്ട് പോകുന്നതിന് ഒരു കൈത്താങ്ങ ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം.